വയനാട് മാനന്തവാടി ചേരിയം കൊല്ലിയിൽ വ്യാജ അരിഷ്ടം കഴിച്ച ആദിവാസി യുവാവ് മരിച്ചതായി പരാതി. കല്ലുമൊട്ടംകുന്ന് ഉന്നതിയിലെ പ്രസാദാണ് മരിച്ചത്. ലഹരി കലർന്ന അരിഷ്ടം പ്രദേശത്ത് വിൽപ്പന നടത്തിയിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു. അരിഷ്ടം വെച്ചിരുന്ന ശ്രീവിനായക ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കട പോലീസ് അടപ്പിച്ചു. ഇതിൽ ലഹരി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. നിങ്ങൾ കഴിക്കാറുണ്ടോ? ഞങ്ങൾ കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് അതിൽ കിക്കാവാറുണ്ടോ? അതുകൊണ്ടാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കഴിക്കാറുണ്ട്. നിങ്ങൾ ബ്യൂറേജിൽ പോയി മദ്യം വാങ്ങാറില്ലേ? ഇപ്പോൾ ഇതടുത്ത് കിട്ടുന്നത് കൊണ്ട് ബ്യൂറേജിൽ പോകുന്നില്ല. അടുത്ത് കിട്ടുന്നു എന്നതിലുപരി വില കുറവുള്ളതും കൂടിയാണോ? വിലയും കുറയും, ബ്യൂറേജിൽ പോകാൻ പിന്നെ താമസമല്ല, അതുകൊണ്ട് ഇവിടെ ഓടിപ്പോയാൽ കിട്ടൂല. പിന്നെ ഈ നാട്ടിലെ കുറേ ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ? അതുണ്ട്. ഇത് പിന്നെ അടുത്താണ് അരിഷ്ടം എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്നത്. അത് 100 രൂപയ്ക്കുണ്ട്, 50 രൂപയ്ക്കുണ്ട്. 50 രൂപേൻ്റെ സ്ട്രോങ് കുറവ്, 100 രൂപേൻ്റെ സ്ട്രോങ് കൂടുതലുള്ളത്. അത് ഇവർ പണിയും കയറി വരുമ്പോൾ പനമരം പോയി ബീവറേജിൽ നിന്ന് പോയി ഒരു കുപ്പി വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ഇത് ഓടിപ്പോയിട്ട് അരിഷ്ടം വാങ്ങി കുടിക്കും. വീട്ടിൽ വന്നാൽ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇത് കഴിച്ച് വന്നാൽ ഈ അരിഷ്ടത്തിൽ ലഹരി ഉണ്ട് എന്നാണോ നിങ്ങൾ? ഉണ്ട്. ഇല്ലെങ്കിൽ ഇവർ നിത്യവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് കഴിക്കില്ലല്ലോ. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദീപക്, ഇവിടെ ഒരു യുവാവിന്റെ ജീവൻ എടുക്കുന്നതിൽ വില്ലനായി മാറിയിരിക്കുന്നത് ഒരു വ്യാജ അരിഷ്ടം എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അവർ പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? സുദീപ്, പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് അവിടെ എത്തി ഈ കട അടപ്പിച്ചിട്ടുണ്ട്. ശ്രീവിനായക സ്റ്റോഴ്സ് എന്ന ഈ കടയിലാണ് വ്യാജ അരിഷ്ടം വിൽപ്പന നടത്തിയിരുന്നത്. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വിൽപ്പന നടത്തി ഈ സമീപത്തുള്ള ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു കടയാണ് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയിരുന്നു, എന്നിട്ടും നടപടികളൊന്നും എടുത്തിട്ടില്ല. മാനന്തവാടി പടിഞ്ഞാറത്രയ്ക്ക് അടുത്തുള്ള ചേരിയംകൊല്ലി കല്ലുമൊട്ടം ആദിവാസി ഉന്നതിയിലെ പ്രസാദാണ് മരിച്ചത്. ഇദ്ദേഹം കരളിന് അസുഖത്തെ ബാധിച്ചതിനെ തുടർന്ന് ദീർഘനാളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പ്രസാദ് മരിച്ചത്. സമാനമായ രീതിയിൽ നിരവധി ആളുകൾ, അതായത് ഈ ഉന്നതിയിലെ നിത്യവും ജോലിക്ക് പോകുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വൈകിട്ടോടുകൂടി ഈ മേഖലയിലെത്തി കടയിൽ നിന്ന് അരിഷ്ടം വാങ്ങി കഴിക്കാറുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. നിരവധി ആളുകൾ ഈ അരിഷ്ടത്തിന് അടിമയാണ്. ഇത്തരത്തിൽ വ്യാജ അരിഷ്ടം വിൽപ്പന നടത്തി ഈ വ്യാജ അരിഷ്ടം കഴിച്ചതിനെ തുടർന്നാണ് പ്രസാദിന്റെ ജീവൻ തന്നെ നഷ്ടമാകാൻ കാരണമായത് എന്നാണ് നാട്ടുകാരും ഒപ്പം ഈ ഉന്നതിയിലുള്ള ആളുകളും പറയുന്നത്. ശ്രുതി, ശരി. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.